ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ലാബിൽ വെച്ച് സംയോജിപ്പിച്ച് ഭ്രൂണമാക്കുന്നതിനെയാണ് IVF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഒരു സ്ത്രീക്ക് അണ്ടങ്ങൾ ആവശ്യത്തിന് ലഭിക്കാതെ വരാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം പ്രായം തന്നെയാണ്. 40 വയസ്സും അതിന് മുകളിലും ഉള്ള സ്ത്രീകളിൽ അണ്ടങ്ങളുടെ ക്വാളിറ്റിയും അളവും വളരെ കുറവായിരിക്കും. മാത്രമല്ല, ജനിതകമായിട്ടുള്ള അസുഖങ്ങളുള്ള സ്ത്രീകളിലും അണ്ടങ്ങളുടെ എണ്ണം വളരെ നേരത്തെ തന്നെ കുറഞ്ഞു തുടങ്ങാനും സാധ്യതയുണ്ട്. മാത്രമല്ല, എന്താണോ അവരുടെ ജനിതക പ്രശ്നം അത് അണ്ടം വഴി കുഞ്ഞിന് ലഭിക്കാനുള്ള റിസ്ക്കുമുണ്ട്. ഇതല്ലാതെ ക്യാൻസർ വന്നിട്ടുള്ള സ്ത്രീകൾ, ക്യാൻസറിന് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലത്തെ ചികിത്സകൾ എടുത്തിട്ടുള്ള സ്ത്രീകൾ, ഇവർക്കെല്ലാം അണ്ടങ്ങളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും വേറെ അസുഖങ്ങൾക്കായി ഓവറിയിൽ സർജറി ചെയ്തിട്ടുള്ളവർ, ഓവറിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓവറി മുഴുവനായിട്ട് മാറ്റിയിട്ടുള്ളവർക്കും അണ്ടങ്ങൾ ലഭിക്കില്ല. ഇവർക്കൊക്കെയാണ് സാധാരണ ഓം ഡോണർ IVF നമ്മൾ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ പൊതുവെ ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇതിൻ്റെ നിയമവശം എന്താണ്, ഇത് ലീഗലാണോ എന്നൊക്കെ ഉള്ളത്. 2021 ART ആക്ട്, അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി ഗവൺമെന്റ് വരുത്തുന്നത്. അതിനുശേഷം ഇത് വളരെ റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ്. ART ബാങ്കുകൾ വഴിയാണ് എഗ് ഡോണേഴ്സ് വരുന്നത്. അവർക്ക് 35 താഴെ പ്രായം പാടുള്ളൂ. അവർ പൊതുവെ ആരോഗ്യവതികളായിരിക്കണം. വേറെ വലിയ അസുഖങ്ങളൊന്നുമുള്ള സ്ത്രീകളാവാൻ പാടില്ല. അവർക്ക് ഓൾറെഡി സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായിരിക്കണം. ആ കുട്ടിക്ക് ജനിതകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കുറച്ച് ക്രൈറ്റീരിയ അവർ ഫുൾഫിൽ ചെയ്യണം. എന്നാൽ മാത്രമേ അവർ കൊണ്ടുവരുള്ളൂ. അവർക്ക് ബ്ലഡ് ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് IVFനുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കാനായിട്ട് അവർ ഫിറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്ന അണ്ടം നമുക്ക് ചികിത്സയ്ക്കായി എത്തിയ ദമ്പതിമാരിൽ പുരുഷന്റെ ബീജവുമായി ചേർത്ത് ഭ്രൂണമാക്കുകയും നമ്മളുടെ അവിടെ ചികിത്സയിലുള്ള സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ടും ചെയ്തു വരുന്ന ചികിത്സാ രീതികളാണ്.